Hi friends, welcome back to Euro English again. Today we are going to discuss all tenses in English language. We are going to discuss with the example that's clearly understanding you. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ എല്ലാ ടെൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ ത്രൂ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, ഡൗട്ട്സ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം ടോട്ടൽ 12 ടെൻസാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ളത്. ഓക്കെ, അത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിൽ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് സെഗ്രിഗേഷൻ ചെയ്യുകയാണെങ്കിൽ 12 ടെൻസാണ് വരുന്നത്. നമുക്ക് ഈ എക്സാമ്പിൾ ത്രൂ ഇത് നോക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ആവുന്നുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് ഹാവ് ലുക്ക്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് നമുക്കറിയാം ആക്ഷൻ ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഓക്കെ, ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. ആക്ച്വലി ഇതൊരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ ഒരു റൊട്ടീൻ ആക്ടിവിറ്റീസാണ്. എന്നാൽ രാഹുൽ വർക്ക്സ് ആസ് എ ഡോക്ടർ. രാഹുൽ ഒരു ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ റൊട്ടീൻ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഹാബിറ്റും അതല്ലെങ്കിൽ ഫാക്റ്റ്, ഈ രണ്ട് അവസ്ഥയിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. രാഹുൽ വർക്ക്സ് ആസ് എ ഡോക്ടർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിംഗുലറിൻ്റെ കൂടെ ഷീ, ഹി, ഇറ്റ്, ഇതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ ഒരു അഡീഷണൽ എസ് നമ്മൾ ചേർക്കണം. ഓക്കെ, പ്ലൂറൽ ആകുമ്പം വെർബിലൂടെ ചേഞ്ചസ് വരുന്നില്ല. സോ ഇതാണ് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം. എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹാബിറ്റ് ആൻഡ് റൊട്ടീൻ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഹി ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും രാവിലെ ടീ കുടിക്കാറുണ്ട്. അവിടെ ഡ്രിങ്ക്, ഹി എന്നത് സിംഗുലർ ആണ്. ഡ്രിങ്കിൻ്റെ കൂടെ ഒരു എസ് നമ്മൾ അഡീഷണൽ ചേർത്തിട്ടുണ്ട്, ഡ്രിങ്ക്സ്. ഓക്കെ, അടുത്തത് മൈ ഫ്രണ്ട്സ് ഓഫൺ പ്ലേ ഫുട്ബോൾ. എൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഷീ ഗോസ് ടു പാർക്ക് എവറി ഈവനിങ്. അവൾ എല്ലാ ദിവസവും ഈവനിങ്ങിൽ പാർക്കിൽ പോകാറുണ്ട്. അവിടെ ഗോസ് എന്നാണ് വന്നത്. ഓക്കെ, സോ അടുത്തത് നമ്മൾ കുറച്ച് ഫാക്റ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. രാഹുൽ വർക്ക്സ് ആസ് എ ഡോക്ടർ. രാഹുൽ ഒരു ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തോളൂ. യു പ്ലേ വെരി വെൽ. നീ നന്നായിട്ട് കളിക്കുന്നു. ഇതൊരു ഫാക്റ്റാണ്. വാട്ടർ ബോയ്സ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം നീരാവിയാകുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. സൺറൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലും സൺസെറ്റ് വെസ്റ്റിലുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. ഈ രണ്ട് യൂസേജസ് ആണ് നമ്മൾ നോർമലി സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ് നൗ. ഇവിടെ നമുക്കറിയാം ഐൻ്റെ കൂടെ ആം എന്നും ഹി, ഷീ, ഇറ്റ് എന്നതിൻ്റെ കൂടെ ഈസ് എന്നും യു, ദേ, വി എന്നതിൻ്റെ കൂടെ ആറുമാണ് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ഈറ്റിംഗ് ഫ്രൂട്ട്സ്. ഞാൻ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ്, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ക്രൈയിങ്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ല അവൾ കരയുന്നു. ഹി ഈസ് ടോക്കിംഗ് ഹിസ് ഫ്രണ്ട്. അവൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ആ കുട്ടി ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു സ്കൂൾ നൗ. നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ടെമ്പററി ആക്ടിവിറ്റീസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ടെമ്പററി ആക്ടിവിറ്റീസ് പറയാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഐ ആം ഡ്രിങ്കിങ് എ ലോട്ട് ഓഫ് കോഫി ദിസ് വീക്ക്. ഞാൻ ഈ ആഴ്ച ഒരുപാട് കോഫി കുടിക്കുന്നു. ഷീ ഈസ് ടേക്കിംഗ് എ കമ്പ്യൂട്ടർ കോഴ്സ് ഇൻ ദിസ് സെമിസ്റ്റർ. അവൾ കമ്പ്യൂട്ടർ കോഴ്സും കൂടി ഈ സെമിസ്റ്ററിൽ എടുക്കുന്നുണ്ട്. ദേ ആർ വർക്കിംഗ് ലേറ്റ് എവറി നൈറ്റ്. അവരെല്ലാം രാത്രികളിലും ലേറ്റായിട്ട് വരെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൈ ബ്രദർ ഈസ് സ്റ്റേയിങ് വിത്ത് അസ് ഫോർ എ കപ്പിൾ ഓഫ് വീക്ക്. എൻ്റെ ബ്രദർ കുറച്ച് നാളായി എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അതുപോലെ സിറ്റുവേഷൻ വിച്ച് ഈസ് സ്ലോലി ചേഞ്ചിങ്. ചെറിയ ചേഞ്ചസ്, സിറ്റുവേഷൻ ചെറിയ രീതിയിൽ ചേഞ്ചസ് വരുന്നതിന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. മൈ ഗ്രേഡ്സ് ആർ ഇംപ്രൂവിങ് ദിസ് ഇയർ. ഓക്കെ, ഈ വർഷം എൻ്റെ ഗ്രേഡ്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അപ്പോൾ എന്താണ് മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. നമ്മൾ ഇംഗ്ലീഷ് കുറച്ചുകൂടി
ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് ബിക്കമിങ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ഗ്ലോബൽ വാർമിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ തന്നെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സോ എ മൂവി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു. സെക്കൻഡ് എക്സാമ്പിൾ, ഷി വാഷ്ഡ് ഹെർ കാർ ദിസ് മോർണിംഗ്. അവളുടെ കാർ ഇന്ന് രാവിലെ വാഷ് ചെയ്തു. ഐ മെറ്റ് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇന്നലെ കണ്ടു. ഇവിടെ ഐ മെറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, മീറ്റിൻ്റെ സെക്കൻഡ് ഫോമാണ്, ഫസ്റ്റ് ഫോമാണ് മെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ സി എന്നുള്ളത് സോ എന്നും, മീറ്റ് എന്നുള്ളത് മെറ്റ് എന്നും, ബിൽഡ് എന്നുള്ളത് ബിൽറ്റ് എന്നും, കം എന്നുള്ളത് കെയിം എന്നും, ഗോ എന്നുള്ളത് വെൻറ്റ് എന്നുമാണ് നമ്മൾ V2 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വേർബിന് ഇറഗുലർ വേർബ് എന്നാണ് പറയുക. ഇതിന് യാതൊരു റൂൾസ് ഇല്ല, നമ്മളത് ബൈ ഹാർട്ട് ചെയ്യാൻ മാത്രമേ അതിനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. ആക്ച്വലി ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വേർബ് ഇറഗുലർ വേർബായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഹി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ഓൺ ടൈം. ഇവിടെ ഫിനിഷ്ഡ് എന്നാണ് പറഞ്ഞത്. ഇതിന് റെഗുലർ വെർബാണെന്ന് പറയും. ഓക്കെ, ED വന്ന് സെക്കൻഡ് ഫോമിലേക്ക് മാറുന്ന വെർബിനെ റെഗുലർ വെർബ് എന്നും, ചേഞ്ചസ് ആയിട്ട് വരുന്നതിന് ഫോർ എക്സാമ്പിൾ മീറ്റ് എന്നുള്ളത് മെറ്റാവുന്നു, അതുപോലെ അതിൻ്റെ ഇറഗുലർ വെർബും എന്നാണ് പറയുക. ഇവിടെ ഈ ഫിനിഷ്ഡ് ഹിസ് വർക്ക് ഓൺ ടൈം, അവൻ അദ്ദേഹത്തിൻ്റെ വർക്ക് കൃത്യസമയത്ത് ഫിനിഷ് ചെയ്തു. വി റിസീവ്ഡ് ദ പാക്കേജ് ദിസ് മോർണിംഗ്. നമ്മൾ ആ ഒരു പാക്കേജ് ഈ രാവിലെ റിസീവ് ചെയ്തു. മൈ ഫാദർ ബിൽഡ് ദിസ് ഹൗസ് ഇൻ 2015. 2015 എൻ്റെ ഫാദർ ഈ വീട് നിർമ്മിച്ചു. ഷി കെയിം ഹിയർ യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഇവിടെ വന്നു. സോ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ മൂമെൻറ്റ് ഇൻ ദ പാസ്റ്റ്. ഒരു കാര്യം എന്താ പറയുക, പാസ്റ്റിൽ ഒരു പർട്ടിക്കുലർ മൂമെൻറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് വർക്കിംഗ് ലാസ്റ്റ് നൈറ്റ് വെൻ യു കോൾഡ്. സോ ഞാൻ ഇന്നലെ നീ വിളിക്കുന്ന സമയത്ത് വിളിച്ചപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ അവിടെ ഒരാൾ വിളിക്കുക എന്നുള്ളത് ഒരു പാസ്റ്റാണ്. അതിന് മുമ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ദേ വർ പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ ഈവനിങ് വെൻ വി കോൾ ദം. നമ്മൾ അവരെ വിളിക്കുന്ന സമയത്ത് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഐ, ഷീ, ഹി, ഇറ്റ് എന്നതിൻ്റെ ഇവിടെ വാസ് എന്നും, യു, ദേ, വി എന്നതിൻ്റെ ഇവിടെ വേറെ എന്നാണ് വരുന്നത്. സോ ലുക്ക് അറ്റ് ദ ചാർട്ട്. പാസ്റ്റിൽ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നത്. ഓക്കെ, അരുൺ വെൻ ഹോം ഏർലി ബിക്കോസ് ഇറ്റ് വാസ് സ്നോയിങ്. അരുൺ നേരത്തെ തന്നെ വീട്ടിലേക്ക് പോയി, കാരണം മഞ്ഞ് വീഴ്ച ഉള്ളതുകൊണ്ട്. ഓക്കെ, ദേ വർ ഡ്രിങ്കിങ് കോഫി വെൻ ഐ അറൈവ്ഡ്. ഞാൻ അവിടെ പോകുന്ന സമയത്ത്, അവിടെ എത്തുന്ന സമയത്ത് അവർ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was watching football on TV when he called. അവൻ വിളിച്ചപ്പോൾ ഞാൻ TV-യിൽ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. She was cooking when I telephoned her. ഞാൻ അവളെ വിളിക്കുന്ന സമയത്ത് അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ I was drinking, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. I was sleeping, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. They were coming, അവർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. We were going, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. സോ നമുക്കിത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ്, ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇത് പാസ്റ്റിലും ഒരു റൊട്ടീൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫാക്റ്റാണ്. അത് പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഫ്യൂച്ചറിലും ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത്. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. അത് പാസ്റ്റിലും കളിക്കാറുണ്ട്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിലും എല്ലാ ദിവസവും ഞാൻ ഫുട്ബോൾ കളിക്കും. സോ ലുക്ക് അറ്റ് ദ ചാർട്ട്. സെക്കൻഡ് വൺ,
present continuous. I play football right now. ഓക്കെ, നമ്മളിപ്പോൾ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇത് അവസാനിക്കാൻ അറിയത്തില്ല. ജസ്റ്റ് നൗ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് വരുന്നത് സിമ്പിൾ പാസ്റ്റ്. ഐ പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഫുട്ബോൾ കളിച്ചു. സോ ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും പാസ്റ്റിൽ ഒരു ആക്ടിവിറ്റീസ് പാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ വെൻ യു കോൾഡ്. നമ്മൾ ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക എന്നതിൻ്റെ ഒരു ഇൻറ്ററപ്ഷൻ ആയിട്ട് അവിടെ എന്ത് ചെയ്തു, ഒരു കോൾ വന്നത്. അപ്പോൾ അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വേർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആണ് വരുന്നത്. ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഇൻ ദ പ്രസൻറ്റ്. പാസ്റ്റിൽ ഒരു കാര്യം ചെയ്തത് അത് പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഐ, യു, ദേ, വി എന്നതിൻ്റെ കൂടെ ഹാവ് എന്നും ഹി, ഷീ, ഇറ്റ് എന്നതിലൂടെ ഹാസുമാണ് വരുന്നത്. നമ്മൾ കോമൺലി ഇത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സീൻ ദാറ്റ് മൂവി 2 times. ഞാൻ ആ സിനിമ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പാസ്റ്റിൽ കണ്ടതാണെങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ഹാവ് സ്റ്റഡീഡ് അറ്റ് ഹോം ഫോർ 1 hour. ഞാൻ വീട്ടിൽ വെച്ച് ഏകദേശം 1 മണിക്കൂറോളം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഷീ ഹാസ് വിസിറ്റഡ് ദുബായ് 3 times. അവൾ 3 പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ദുബായ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ പറയുക എന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. സോ ആ 2 ചാർട്ട് തമ്മിൽ നോക്കിയാൽ തന്നെ നമ്മളതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. സോ ഐ സോ ദാറ്റ് മൂവി 2 times ലാസ്റ്റ് വീക്ക്. ഞാൻ ആ മൂവി 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ലാസ്റ്റ് വീക്കിൽ കണ്ടിട്ടുണ്ട്. ഐ സ്റ്റഡി അറ്റ് ഹോം ഫോർ 1 hour യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ആ 1 hour പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് റീസെൻറ്റ് ആക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറയാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. മൈ മദർ ഹാവ് ജസ്റ്റ് മെയ്ഡ് എ കേക്ക്. എൻ്റെ മദർ ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഈ 2 ആക്ടിവിറ്റീസും നമുക്ക് പെർഫെക്റ്റ് ഒരു സ്പെസിഫിക് ടൈം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഫിനിഷ് മൈ ഹോംവർക്ക് അറ്റ് 8:30 PM. ഓക്കെ, ആ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തു. സോ മൈ മദർ മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ. എൻ്റെ മദർ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആക്ഷൻ ഓർ സിറ്റുവേഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ആർ കണ്ടിന്യൂ. ഒരു കാര്യം പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ING. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 3 hours ഓർ സിൻസ് 7 o'clock. ഞാൻ ഏകദേശം 3 മണിക്കൂറോളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലുക്ക് അറ്റ് ദ ചാർട്ട്. ചാർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും പാസ്റ്റിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഏകദേശം 3 മണിക്കൂറോളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മണി വരെ വെയിറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ഡോക്ടർ ഫോർ 3 years ഓർ സിൻസ് 2018. ഏകദേശം 3 വർഷമായി ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സിൻസ് 2018, 2018 മുതൽ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 3 years. അവൾ ഏകദേശം 3 വർഷത്തോളമായി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 3 years ഓർ സിൻസ് 2018. അവൾ ഏകദേശം 3 വർഷത്തോളമായി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ സിൻസ് 2018, 2018 മുതൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വേർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3. ആക്ഷൻ ഇൻ ദ പാസ്റ്റ് ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്.
പാസ്റ്റിൽ ഒരു കാര്യം സംഭവിച്ചു, അതിന് തൊട്ട് മുമ്പ് തന്നെ വേറൊരു കാര്യം സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബൈ ദ ടൈം ഐ റിട്ടേൺ ടു ഹോം ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. സോ ഇവിടെ ആ ചാർട്ട് നോക്കുക, ഞാനവിടെ എത്തി എന്നുള്ളത് ഒരു പാസ്റ്റാണ്. ബൈ ദ ടൈം ഓഫ് ഐ റിട്ടേൺഡ്, ഞാൻ ഇവിടെ റിട്ടേൺ വീട്ടിലെത്തുക എന്നുള്ളത് പാസ്റ്റാണ്. അതിന് തൊട്ട് മുമ്പ് തന്നെ അവൻ അവിടുന്ന് പോയി. സോ അതിന് തൊട്ട് മുമ്പ് ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. സോ അനദർ എക്സാമ്പിൾ, ദ ബേബി ഹാഡ് ക്രൈഡ് ബിഫോർ ഹെർ ഫാദർ കെയിം. ഓക്കെ, ഫാദർ അവിടെ വരുന്നതിന് മുമ്പ് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറൈറ്റ്, ഐ ഹാഡ് ലീവ്ഡ് ഇൻ ലണ്ടൻ ബിഫോർ ഐ മൂവ്ഡ് പാരീസ്. പാരീസിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ലണ്ടനിലായിരുന്നു. ഐ റിട്ടേൺ ടു ഹോം ബിക്കോസ് ഐ ഹാഡ് ഫോർഗട്ട് മൈ മൊബൈൽ ഫോൺ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി കാരണം മടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ മറന്നിട്ടുണ്ടായിരുന്നു. സോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ആക്ഷൻ ഓർ സിറ്റുവേഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, സോ ഈ കാര്യം പാസ്റ്റിൽ തുടങ്ങി കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ഡോക്ടർ ഫോർ 3 years വെൻ ഐ ക്വിറ്റ് മൈ ജോബ്. ഞാൻ ഏകദേശം 3 വർഷത്തോളം ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജോലി ഞാൻ അവിടെ നിന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ഡോക്ടർ ഫോർ 3 years വെൻ ഐ ക്വിറ്റ് മൈ ജോബ്. ഞാൻ അവിടുന്ന് ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏകദേശം 3 വർഷത്തോളം ഞാൻ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാർട്ട് നോക്കിയാൽ ഒന്നുകൂടി ക്ലിയർ ആകുന്നുണ്ടാവും. ഓക്കെ, ഹി ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ഡോക്ടർ 3 years വെൻ ഹി ക്വിറ്റ് ഹിസ് ജോബ്. അദ്ദേഹത്തിൻ്റെ ജോലി ഡോക്ടറായിട്ടുള്ള ജോലി അവസാനിപ്പിക്കുമ്പോഴേക്കും ഏകദേശം 3 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ 3 years ആണ് നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസുമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ജസ്റ്റ് ഫിനിഷ് ചെയ്തു എന്നുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ലുക്ക് അറ്റ് ദ ചാർട്ട്, ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 3 hours ഓർ സിൻസ് 7 o'clock. ഏകദേശം 3 മണിക്കൂർ ആളായി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്റ്റിൽ വെയിറ്റിംഗ്. അടുത്തത് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റിൽ ഒരു ആക്ടിവിറ്റീസ് സംഭവിക്കാതെ തൊട്ട് മുമ്പ് വേറൊരു പാസ്റ്റ് കൂടി സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ബൈ ദ ടൈം ഓഫ് ഐ റിട്ടേൺ ഹോം ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഓക്കെ, ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നതാണ് ഒരു പാസ്റ്റിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യം. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ഡോക്ടർ ഫോർ 3 years വെൻ ഐ ക്വിറ്റ് മൈ ജോബ്. പാസ്റ്റിൽ തന്നെ തുടങ്ങിയിട്ട് പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് വെർബാണ് വരുന്നത്. വെർബ് ഫസ്റ്റ് ഫോം. ആക്ഷൻ ഈസ് പ്രോമിസ്ഡ് ഓർ തോട്ട് ടു ഒക്കർ ഇൻ എ ഫ്യൂച്ചർ. നമ്മൾ ഒരു പ്രോമിസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ വിൽ സിങ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സോങ്. ഞാനൊരു ഡിഫറെൻറ്റ് തരത്തിലുള്ള പാട്ട് പാടും. ദേ വിൽ പ്ലേ ഫുട്ബോൾ ടുമാറോ. അവർ നാളെ ഫുട്ബോൾ കളിക്കും. ഷി വിൽ കം ഹിയർ നെക്സ്റ്റ് വീക്ക്. അവൾ ഇവിടെ നെക്സ്റ്റ് വീക്ക് വരും. വി വിൽ വിൻ ദ മാച്ച്. നമ്മൾ മാച്ച് വിജയിക്കും. വി വിൽ സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വെർബ് ing ആണ് വരുന്നത്. ആക്ഷൻ അറ്റ് പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ.
ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ വിൽ ബി ഗോയിങ് ടു ഓഫീസ് അറ്റ് 8 AM ടുമോറോ. ഞാൻ നാളെ 8 മണിക്ക് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, 8 മണി തൊട്ട് 10 മണി വരെ ഓഫീസിലേക്ക് പോകുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും എൻ്റെ ടൈമിങ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹി വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ഓൺ സൺഡേ. ഞായറാഴ്ച അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വി വിൽ ബി സ്വിമ്മിങ് വെൻ യു റിട്ടേൺ. നീ തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, നമ്മൾ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ദേ വിൽ ബി വാച്ചിങ് മൂവി അറ്റ് നൈറ്റ്. രാത്രി അവർ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോമാണ് വരുന്നത്. ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ സം അതർ പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു അവസ്ഥയ്ക്ക് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബൈ ഡിന്നർ ടൈം. ഡിന്നർ ടൈം എന്നുള്ളത് ഫ്യൂച്ചറിലൊരു ടൈമാണ്. അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവുക. ഫോർ നെക്സ്റ്റ് എക്സാമ്പിൾ, ബൈ ദ നെക്സ്റ്റ് വീക്ക് വി വിൽ ഹാവ് ഏൺ ലോട്ട്സ് ഓഫ് മണി. അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടി പൈസ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബൈ ദ നെക്സ്റ്റ് സമ്മർ ദേ വിൽ ഹാവ് ബിൽഡ് ദ ബ്രിഡ്ജ്. നെക്സ്റ്റ് സമ്മർ ആവുന്നതിന് മുമ്പ് അവർ ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബൈ ദ ജൂൺ ഹി വിൽ ഹാവ് സ്റ്റാർട്ടഡ് എ ന്യൂ. ഓക്കെ, ബൈ ദ ജൂൺ ഹി വിൽ ഹാവ് സ്റ്റാർട്ടഡ് എ ന്യൂ. ജൂൺ ആവുന്നതിന് മുമ്പ് അവനൊരു പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മേ ബി ന്യൂ ബിസിനസ് or something else. Okay, future perfect continuous. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് വേർബ് ing ആണ് വരുന്നത്. ആക്ഷൻ ദാറ്റ് വിൽ ബി കണ്ടിന്യൂ അപ്പ് അണ്ടിൽ എ പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റിന് മുമ്പായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ബീൻ ഫ്ലൈയിങ് ദ ഗിത്താർ ഫോർ 10 years ബൈ ദ എൻഡ് ഓഫ് ദി ഇയേഴ്സ്. ഓക്കെ, ഈ വർഷം അവസാനം ആകുമ്പോഴേക്കും ഏകദേശം ഒരു 10 years ആയിട്ടുണ്ടാവും ഞാൻ ഗിത്താർ പഠിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പേ ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 years ആകുമ്പോഴേക്കും, മീൻസ് ഈ വർഷം അവസാനം ആകുമ്പോഴേക്കും ഞാൻ ഏകദേശം 10 years ആയിട്ടുണ്ടാവും. ഓക്കെ, ദേ വിൽ ഹാവ് ബീൻ ഫ്ലൈയിങ് ടു ലണ്ടൻ ഫോർ 4 hours ബൈ ദിസ് ടൈം ഓഫ് ടുമോറോ. നാളെ ഈ സമയം ആകുമ്പോഴേക്കും അവർ ഏകദേശം 4 മണിക്കൂറോളായി ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പേ അവർ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സമയം ആകുമ്പോഴേക്കും 4 മണിക്കൂറോളം ആയിട്ടുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐ വിൽ ഹാവ് ബി വർക്ക് ഇൻ ദിസ് പ്രൊജക്ട് സിൻസ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം തൊട്ട് ഈ പ്രൊജക്റ്റിൽ ഞാനും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓൾറൈറ്റ്, സോ ഓൾമോസ്റ്റ് 12 ടെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 12 ടെൻസ് നമ്മൾ എക്സാമ്പിൾ ത്രൂ ആണ് ഡിസ്കസ് ചെയ്തത്. So I hope that this video really helps to clear your all doubts in English language. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 12 ടെൻസിലും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉള്ളത് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. So if you have any doubts or suggestion, please comment on your comment box and we will come back with another section. Until then, you take care. Bye.